ആ എന്ത് ജാഫറേ? പ്രബീഷ് ഗൾഫിൽ നിന്നുണ്ട്. നമ്മള് പ്രബീഷോ? അടിപൊളി. എന്നിട്ടോ അടുത്ത മാസം 5-ാം തീയതി നമ്മളൊരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആഹാ, നമ്മളെ പഴയ ടീം ഒന്നായിട്ട്. എന്തായാലും വരണം. അടുത്ത മാസം 5-ാം തീയതിയോ? അയ്യോടാ നടക്കൂലടാ. അന്ന് ഭാര്യ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ട്. എന്തോ ഒരു പ്രോഗ്രാമാ. അപ്പൊ ഓളെ കൊണ്ടുവരണം. ഞാൻ ഫുള്ള് ബിസി ആവും. വെറുതെ ഓളെ ഡ്രൈവറായി നടക്കുന്ന നേരം കൊണ്ട് ഓളെ അന്ന് വണ്ടി പഠിപ്പിക്കേ. ഓക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഓള് ഡ്രൈവിംഗ് ഒന്നും എയിമാക്കിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുനടക്കരുത്. 2 ദിവസം മെനക്കെട്ടാ മതിയടോ. അപ്പൊ ഓള് പഠിച്ചോളൂ, പിന്നെ ഓളായിക്കോളൂ, പിന്നെ അന്നെ തിരിഞ്ഞു നോക്കാതെ ഓള് പോയിക്കോളൂ, പിന്നെ ഈ ഫ്രീ ആയിക്കോളൂ. അല്ല, അത് ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നെയ്മാക്കി എടുത്താൽ പോലും ഞാൻ ഫ്രീ ആവില്ലോ അല്ലേ? നമുക്ക് ജോലിയാക്കും ചെയ്യാം. ആയിക്കോട്ടെ, ഞാൻ അതൊന്ന് സെറ്റ് ആക്കട്ടെ. അടിപൊളി പരിപാടിയായിട്ടാ ഞാൻ പ്ലാൻ ചെയ്യണേ. ഒരു 20,000 റുപ്യ ചെലവുണ്ടാവും. എത്ര? 20,000 റുപ്യോ? അതൊക്കെ നമുക്ക് ചെയ്യാം. അതൊന്നും വിഷയമല്ല. ഓക്കെ, ഞാൻ അയച്ചുതരാം. 20 ഞങ്ങൾക്ക് അയച്ചുതരാം. ഉച്ചയ്ക്ക് ശേഷം ഞാൻ എന്നെ വിളിക്കാം. ശരിടാ, ബൈ. ഒരു നല്ല ഭർത്താവ് ഭാര്യയുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. സ്വന്തം ഭാര്യയെ 2 കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കുന്നവനായിരിക്കണം. അങ്ങനെയല്ല, ഭാര്യയെ സ്വയം പര്യാപ്തത നേടാൻ പ്രാപ്തയാക്കണം. എനിക്ക് ഭയങ്കര കുറ്റബോധമുണ്ട്. നീ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയിട്ടുണ്ട്, പക്ഷേ സ്വന്തമായി കാർ ഡ്രൈവ് ചെയ്യാൻ നീ ഇപ്പോഴും പ്രാപ്തയായിട്ടില്ല. അതെനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ടാക്കുന്നു മനസ്സിൽ. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കും. പിന്നെ മതി. ഇല്ല, പിന്നത്തേക്ക് വെക്കുന്ന പരിപാടിയില്ല. അയ്യോ, ഇതെനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. എന്താ? ഇതിൽ കാലോണ്ട് ചവിട്ടുള്ള സാധനങ്ങൾ 2 ഉള്ളൂ. ഞാൻ പഠിച്ചതിൽ 3 ഉണ്ടായിരുന്നു. ഇതിലൊന്നില്ല. എടോ, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ 2 ഉണ്ടാവുള്ളൂ. അല്ല, ഇതില് ഗിയർ ഏതാ? ഇതാണോ? ഹാൻഡ് ബ്രേക്ക് ആണ്. ഇതിന് ക്ലച്ചും ഗിയറും ഒന്നും ഉണ്ടാവൂല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടത്? ഞാൻ പറയുന്നത് ആദ്യം അങ്ങോട്ട് കേക്ക്. ബ്രേക്കിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിൽ കൊടുത്തിട്ട് മെല്ലെ വിടും. ആവട്ടെ. അന്റെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ പോവാണേ. ആടാ, ഒരു കാര്യം ഈ പറഞ്ഞത് കറക്റ്റാ. 10-20,000 റുപ്യ ചെലവ് വരുന്ന അറിഞ്ഞല്ലേ? അത് കറക്റ്റാ. 20,000 റുപ്യ ചെലവായി. എന്താടാ, ഓളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിയോ? അവളല്ലടാ ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ഞാനാ. എങ്ങനെ 1.5 കാലിൽ നടക്കാം? ഈയൊക്കെ കൂടെ ഇപ്പൊ സൈഡായോ? 1.5 മാസം ബെഡ് റെസ്റ്റാ ഡോക്ടർ പറഞ്ഞത്. ഏടാ ഉപദേശിയെ, മര്യാദയ്ക്ക് നടക്കണ എന്നെ ഉപദേശിച്ച് തോതിലാക്കിയില്ലേ ഈ. ഞങ്ങൾ അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരും. ഈ തൽക്കാലം അത് കണ്ട് ആസ്വദിക്കും. അത്രേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ. ഓടെ ബൂസ്റ്റാ.